നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. ക്രിമിനൽ കേസ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. കേരള ഹൈക്കോടതിക്ക് നോട്ടീസ് നൽകി സുപ്രീം കോടതി. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെ, വോട്ടെടുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം, മലപ്പുറം സ്വദേശി മരിച്ചു. ആപ്പുകൾ നിരോധിച്ചു, നേപ്പാളിൽ വ്യാപക കലാപം. വാർത്തകൾ വിശദമായി. ക്രിമിനൽ കേസ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. കേരള ഹൈക്കോടതിക്ക് നോട്ടീസ് നൽകി സുപ്രീം കോടതി. ക്രിമിനൽ കേസ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ കേരള ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. സെഷൻസ് കോടതികളെ സമീപിക്കാത്തവർക്ക് നേരിട്ട് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത് രാജ്യത്ത് മറ്റൊരിടത്തുമില്ലാത്ത നടപടിയാണെന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത്. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയായി മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയെ സുപ്രീം കോടതി നിയോഗിച്ചു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെ, വോട്ടെടുപ്പ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. ജഗ്ദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലേക്ക് ഭരണസഖ്യമായ NDA സ്ഥാനാർത്ഥിയായി മുൻ കേന്ദ്രമന്ത്രി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയുമാണ് നേരിട്ടുള്ള മത്സര രംഗത്തുള്ളത്. 783 MPമാരാണ് വോട്ടർ പട്ടികയിലുള്ളത്. ഇതിൽ ഭരണസഖ്യത്തിന് 422 പ്രതിപക്ഷ സഖ്യത്തിന് 320 MPമാരുടെ പിന്തുണയുണ്ടെന്നാണ് കണക്ക്. ചന്ദ്രശേഖര റാവുവിന്റെ തെലങ്കാന രാഷ്ട്ര സമിതി, ബിജു ജനതാദൾ എന്നീ കക്ഷികൾ നിലപാട് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. ക്രോസ് വോട്ടിംഗ് ഒഴിവാക്കാൻ ഇരുവിഭാഗവും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം, മലപ്പുറം സ്വദേശി മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം വണ്ടൂർ തിരുവാടി സ്വദേശി 45-കാരിയായ ശോഭനയാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ രോഗം ബാധിച്ച് മരിച്ചവർ 5ആയി. ഞായറാഴ്ചയാണ് ശോഭനയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ ഒരു കാസർഗോഡ് സ്വദേശിയുടെയും ഒരു മലപ്പുറം സ്വദേശിയുടെയും ആരോഗ്യനില ആശങ്കാകുലമാണെന്നാണ് വിവരം. മലപ്പുറം സ്വദേശി നിലവിൽ വെന്റിലേറ്ററിലാണ്. ബ്രെയിൻ ഈറ്റിംഗ് അമീബിയയാണ് ഇതുവരെ സ്ഥിരീകരിച്ച മരണങ്ങൾക്ക് കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. ആപ്പുകൾ നിരോധിച്ചു, നേപ്പാളിൽ വ്യാപക കലാപം. നവമാധ്യമ ആപ്പുകൾ നിരോധിച്ച സർക്കാർ തീരുമാനത്തിനെതിരെ നേപ്പാളിൽ വ്യാപക കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പല ഭാഗത്തും പ്രക്ഷോഭകരും സേനയുമായി ഏറ്റുമുട്ടി. ലാത്തിചാർജും വെടിവയ്പും നടന്നതായാണ് വിവരം. 10ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക വിവരം. ഓഗസ്റ്റ് 28 മുതൽ 26 ആപ്പുകളാണ് രാജ്യസുരക്ഷയുടെ പേരിൽ നേപ്പാൾ സർക്കാർ നിരോധിച്ചത്. സെപ്റ്റംബർ 4-നകം മീഡിയ കമ്പനികൾ സർക്കാരിന്റെ റെഗുലേറ്ററി നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു നിരോധനം പിൻവലിക്കുന്നതിന് സർക്കാർ മുന്നോട്ട് വെച്ച നിബന്ധന. പക്ഷേ കമ്പനികളൊന്നും സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ സന്നദ്ധരായില്ല. ഇതോടെ സർക്കാർ ഇന്റർനെറ്റ് സേവനങ്ങളടക്കം നിർത്തിവെച്ച് ഉത്തരവാകുകയായിരുന്നു. ഇതോടെയാണ് രോഷാകുലരായ ലക്ഷക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചത്. പാർലമെന്റിലേക്ക് ഉൾപ്പെടെ മാർച്ച് ചെയ്ത ജനകീയ പ്രക്ഷോഭകർ ഗേറ്റിന് തീയിട്ടതായാണ് വിവരം. കലാപസമാന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ഒടുവിൽ ലഭ്യമായ വിവരം. ആലപ്പുഴയിൽ ട്രെയിനിന് നേരെ ആക്രമണം, ഒരാൾ കൂടി പിടിയിൽ. ആലപ്പുഴയിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. അരൂർ സ്വദേശി സനീഷാണ് പിടിയിലായത്. നേരത്തെ ലിജിൻ എന്നയാൾ പിടിയിലായിരുന്നു. ഇയാൾ റിമാൻഡിലാണ്. മദ്യലഹരിയിലാണ് അക്രമം നടത്തിയതെന്നാണ് പിടിയിലായവർ നൽകിയ മൊഴി. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെയാണ് കല്ലെറിഞ്ഞത്. അക്രമത്തിൽ എഞ്ചിൻ പൈലറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ചില്ല് തകർന്നിരുന്നു. ട്രെയിനിലെ ആയുധ കവർച്ച, പ്രതിയെ അറസ്റ്റ് ചെയ്തു. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ITB ഉദ്യോഗസ്ഥരുടെ പണവും ആയുധങ്ങളും അടങ്ങുന്ന ബാഗ് കവർന്നയാളെ അറസ്റ്റ് ചെയ്തു. രഞ്ജിത്ത് മരകം എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചാണ് ബാഗ് കവർന്നത്. തോക്കുകൾ വീണ്ടെടുത്തെങ്കിലും പണം പൂർണ്ണമായും വീണ്ടെടുക്കാനായിട്ടില്ല. വാഹനാപകടം, വീട്ടമ്മ മരിച്ചു. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടത്തിൽ 40-കാരിയായ വീട്ടമ്മ മരിച്ചു. മൂക്കുതല ചേലക്കടവ് പുറയക്കാട്ട് അബുവിന്റെ ഭാര്യ ഖദീജയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചങ്ങരംകുളത്ത് ചീയാനൂർ പാടത്ത് ഇവർ യാത്ര ചെയ്തിരുന്ന സ്കൂട്ടറിൽ ഇന്ന് പകൽ 1 മണിക്ക് ലോറി ഇടിച്ചാണ് അപകടം. ആശുപത്രിയിലേക്ക് വരും വഴി ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായി തകർന്നു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ
ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അത് അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വയോധികൻ തൂങ്ങി മരിച്ചു. ഇടുക്കിയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വയോധികൻ തൂങ്ങി ജീവനൊടുക്കി. അടിമാലി സ്വദേശി 78-കാരൻ പത്രോസാണ് മരിച്ചത്. ഭാര്യ 65-കാരിയായ സാറാമ്മയ്ക്ക് കഴുത്തിനും തലയ്ക്കുമാണ് വെട്ടേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവം. ചാറ്റുപാറ ഫാമിലെ തൊഴിലാളികളാണ് ഇരുവരും. ഇവർ ജോലിക്കെത്താതെ വന്നപ്പോൾ ഫാം ഉടമകൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. സാറാമ്മയെ താലൂക്ക് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണം ഉദ്യോഗസ്ഥനെ കോൺഗ്രസ് ഉപരോധിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് പാലക്കാട് നഗരസഭയിൽ ഉപരോധം. പുതുതായി ഇറക്കിയ വോട്ടർ പട്ടികയിൽ ഭരണകക്ഷിയായ BJPക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ജനറൽ വിഭാഗം സൂപ്രണ്ട് ചില വാർഡുകളിൽ സ്ഥലത്തില്ലാത്തവരെയും മറ്റു വാർഡുകളിൽ വോട്ടുള്ളവരെയും ഉൾപ്പെടുത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 6-ാം വാർഡ് വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്തരക്കാരെ ഒഴിവാക്കാൻ അപേക്ഷ നൽകുകയുണ്ടായി. അന്വേഷണത്തിൽ ഈ വോട്ടർമാർ സ്ഥലത്തില്ലെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച ജനറൽ സൂപ്രണ്ട് ഭരണപക്ഷത്തിന് അനുകൂലമായ നടപടി സ്വീകരിച്ചതായാണ് കോൺഗ്രസിന്റെ ആരോപണം. പ്രതിഷേധ സൂചകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ സൂപ്രണ്ട് വിജയനെ ഉപരോധിച്ചു. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, നഗരസഭാ കക്ഷി നേതാവ് സാജോ ജോൺ, ബ്ലോക്ക് ഭാരവാഹികളായ K ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, V ആറുമുഖൻ, FB ബഷീർ, S സേവ്യർ, രമേശ് പുത്തൂർ, SM താഹ, R രാമകൃഷ്ണൻ, മുരളി ഇളന്തിയൻകോട്, വിനോദ് കുമാർ മണൽമന്ദ, A സലീം എന്നിവർ നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. കോട്ടയം പെരുമ്പായിക്കാടാണ് സ്വദേശം. കുടുംബാംഗങ്ങളോടൊപ്പം വേളാങ്കണ്ണി ദർശന ശേഷം ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി തെങ്കാശിക്ക് സമീപം വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉന്നതാധികാര സമിതി അംഗമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ മന്ത്രി VN വാസവനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അസഭ്യവർഷം ചോദ്യം ചെയ്തതിന് മദ്യപാന സംഘത്തിന്റെ ആക്രമണം, 3 പേർക്ക് കുത്തേറ്റു. അസഭ്യവർഷം ചോദ്യം ചെയ്തതിന് മദ്യപിച്ചെത്തിയ അയൽവാസി അടങ്ങുന്ന സംഘം നടത്തിയ ആക്രമണത്തിൽ 3 പേർക്ക് കുത്തേറ്റു. തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണം പനങ്ങോട്ടുകോണം സ്വദേശികളായ രാജേഷ്, രതീഷ്, രഞ്ജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി 11:30-യോടെയാണ് അക്രമമുണ്ടായത്. അയൽവാസിയായ സഞ്ജയും സംഘവും മദ്യപിച്ചെത്തി വീടിന് മുന്നിൽ നിന്ന് പരസ്പരം അസഭ്യം പറഞ്ഞതാണ് തുടക്കം. രാജേഷും കുടുംബാംഗങ്ങളും ഇത് ചോദ്യം ചെയ്തതോടെയാണ് മദ്യപ സംഘം അക്രമാസക്തരായത്. രാജേഷിന് കൈക്കും രതീഷിന് മുതുകിലും രഞ്ജിത്തിന് കാലിലുമാണ് പരിക്കേറ്റത്. സൗദിയിൽ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ യുവാവ് പഴയ ക്രിമിനൽ കേസിൽ അറസ്റ്റിലായി. സൗദിയിൽ ജയിൽവാസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ യുവാവിനെ 3 വർഷം മുമ്പ് നടന്ന ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പരശുവക്കൽ പണ്ടാരക്കോണം സ്വദേശി തൈപ്ലാങ്കാലയിൽ 31-കാരൻ റിനുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്ത ശിവശങ്കരൻ നായർ എന്നയാളെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം മുങ്ങിയ ഇയാൾ പിന്നീട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. സൗദിയിൽ ജോലി നേടിയ റിനു പക്ഷേ അവിടെ ചാരായം വാറ്റി വിപണനം നടത്തിയതിന് പിടിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം പൊതുമാപ്പിൽ പുറത്തിറങ്ങി നാട്ടിലേക്ക് മടങ്ങി വരും വഴിക്കാണ് പഴയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ റിനുവിനെ റിമാൻഡ് ചെയ്തു. 17-കാരി പ്രസവിച്ചു. പീഡനത്തിന് സുഹൃത്തായ 20-കാരൻ അറസ്റ്റിൽ. 17-കാരി പ്രസവിച്ച സംഭവത്തിൽ പീഡനം നടത്തിയ 20-കാരനായ സുഹൃത്ത് അറസ്റ്റിലായി. എറണാകുളം കറുകപ്പള്ളി സ്വദേശി അലിഫ് അഷ്കറിനെ പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. താൻ ഗർഭിണിയാണെന്ന വിവരം പെൺകുട്ടി വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചെങ്കിലും മാസങ്ങൾക്ക് ശേഷം വിവരം വീട്ടുകാരറിഞ്ഞു. മെഡിക്കൽ കോളേജിൽ വെച്ച് പെൺകുട്ടി പ്രസവിച്ചതോടെ അലിഫ് ഒളിവിൽ പോയി. ഇതോടെ പോലീസ് ആൺ സുഹൃത്തിനെതിരെ പോക്സോ ചുമത്തി കേസെടുക്കുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇയാളെ കണ്ടെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. വഴിയിൽ തടഞ്ഞ് ആയുധം കാട്ടി ബൈക്ക് കവർച്ച.
6 പേർ പിടിയിൽ. യുവാവിനെ വഴിയിൽ തടഞ്ഞ് കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബൈക്ക് കവർന്ന സംഭവത്തിൽ 6 പേരെ പിടികൂടി. പാലക്കാട് ഒറ്റപ്പാലം വരോടാണ് കവർച്ച നടന്നത്. ഒറ്റപ്പാലം സ്വദേശികളായ പീക്കു റഫീഖ് എന്ന റഫീഖ്, മകൻ മുഹമ്മദ് റമീസ്, അബ്ദുൾ ഗഫൂർ, മുഹമ്മദ് അനസ്, അബു താഹിർ, മുഹമ്മദ് ഷഹനാസ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച രാത്രിയാണ് കവർച്ചാ സംഭവം ഉണ്ടായത്. തൃക്കടീരി മുന്നൂർക്കോട് സ്വദേശി വിപിൻ രാജിന്റെ ബൈക്കാണ് കവർന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിമിനൽ കേസ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. കേരള ഹൈക്കോടതിക്ക് നോട്ടീസ് നൽകി സുപ്രീം കോടതി. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെ വോട്ടെടുപ്പ്. അമീബിക് മസ്തിഷ്ക ജ്വരം, മലപ്പുറം സ്വദേശി മരിച്ചു. ആപ്പുകൾ നിരോധിച്ചു, നേപ്പാളിൽ വ്യാപക കലാപം. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.